വളരെ വില കൂടിയതാണ്, അല്ലെങ്കിൽ ഇത് വളരെ വില കുറഞ്ഞതാണ് എന്നൊക്കെ നമ്മൾ പറയത്തില്ല. അപ്പൊ ഇതെങ്ങനെയാണ് ഹിന്ദിയിൽ പറയുന്നത് കേട്ടോ നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ വില കൂടിയതെന്ന് പറയാനായിട്ട് ഹിന്ദിയിൽ യൂസ് ചെയ്യുന്ന വേർഡാണ് മെഹങ്ക. ഓക്കെ, അപ്പൊ വില കുറഞ്ഞതെന്ന് പറയാനായിട്ട് സസ്ത. ഞാൻ എക്സാമ്പിൾ പറയാം കേട്ടോ. ഇത് വളരെ വില കൂടിയതാണ്, എങ്ങനെയാ പറയാ? ഇത് വളരെ വില കൂടിയതാണ്. യെ ബഹുത് മെഹങ്കാ ഹെ, യെ ബഹുത് മെഹങ്കാ ഹെ. ഇത് വളരെ വില കൂടിയതാണ്. ഇനി അതുപോലെ നമ്മൾ ഈ ദില്ലിയിലും ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ മാർക്കറ്റിൽ ഒരുപാട് റേറ്റ് കുറച്ച സാധനങ്ങളൊക്കെ കിട്ടും അല്ലേ. അപ്പോൾ അവർ ആദ്യം ഒരുപാട് റേറ്റ് പറയും. അപ്പോൾ നമ്മൾ എന്താ പറയാ? താങ്കൾ ഇതിന് ഭയങ്കര റേറ്റാ പറയണേ, അല്ലെങ്കിൽ വലിയ വിലയാ പറയുന്നേ എന്ന് പറയത്തില്ലയോ? എങ്ങനെയാണ്? ആ ബഹുത് മെഹങ്ക ബത്താരെ. എന്താണ് ആ ബഹുത് മെഹങ്ക ബത്താരെ എന്ന് പറഞ്ഞാൽ താങ്കൾ ഒരുപാട് വില പറയുന്നു. തോടാ കം കരോ, എന്താ പറഞ്ഞേ? കുറച്ച് കുറയ്ക്ക് എന്ന് പറയുന്നത് അല്ലെ. തോടാ കം കർക്കെ ദേദോ എന്ന് പറഞ്ഞാൽ കുറച്ച് തരൂ എന്ന് പറയുന്നതാണ്. അപ്പൊ ഈ മെഹങ്ക എന്ന വാക്കാണ് വില കൂടുതൽ എന്ന് പറയാനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് സസ്ത. യെ ബഹുത് സസ്താ ഹെ, ഇത് വളരെ വില കുറഞ്ഞതാണ്. യെ ബഹുത് സസ്താ ഹെ. ഇനി അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ടെക്സ്റ്റൈൽ ഷോപ്പിൽ എവിടെയെങ്കിലും ആയിക്കോട്ടെ ഡ്രസ്സൊക്കെ നോക്കുന്ന സമയത്ത് പറയും അല്ലേ, ഒരുപാട് റേറ്റ് ഉള്ളത് വരുമ്പോൾ നമ്മൾ പറയും കുറച്ച് വില കുറഞ്ഞത് കാണിക്കൂ. അപ്പൊ അതെങ്ങനെ പറയണ്ടേ? സസ്താ വാല ദിക്കാവോ, സസ്താ വാല ദിക്കാവോ. ഇതിനേക്കാളും വില കുറഞ്ഞതാണെങ്കിൽ ഇസ്സേ ബി സസ്താ വാല ദിക്കാവോ. ക്ലിയർ ആയില്ലേ? അപ്പൊ ഈ രണ്ട് വാക്കുകൾ മനസ്സിലാക്കി വെക്കുക, മെഹങ്ക, സസ്ത. ഓക്കെ.